വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പൊ ഒരു വെട്ടിക്കെട്ട് മിമിക്രി പെർഫോമൻസ് കാണാനായിട്ട് നിങ്ങൾ റെഡിയാണോ? റെഡി. എങ്കിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ രതീഷ് ചേർത്തല. നമസ്കാരം രതീഷ് ഏട്ടാ. നമസ്കാരം. ചേർത്തലയിൽ നിന്ന് വരുന്ന രതീഷ് ഏട്ടൻ പാഷൻ കൊണ്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ബട്ട് ബൈ പ്രൊഫഷൻ മറ്റെന്തോ ആണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എന്റെ ഇതാണ്. അപ്പൊ ജോലിയോടൊപ്പം കലയെ ഇങ്ങനെ തുല്യമായി കൊണ്ടുപോവുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. പ്രൊഫഷണൽ ആയിട്ട് ഇപ്പം സ്റ്റേജ് പരിപാടികൾക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. നമ്മുടെ വേദിയിൽ ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഇവിടെ കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ വിനോദേട്ടന്റെ ഒക്കെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കോബ രാജേഷ് മടക്കിൽ. ഇത് ഐറ്റം വേറെ ഗംഭീരമാക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. നമസ്കാരം. അടിപൊളിയായിട്ട് പോട്ടെ. നമസ്കാരം. അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്ന് ഏതൊക്കെ സ്റ്റാർസിനെയാണ് ചേട്ടാ? ഇപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയൊരു പെർഫോമൻസ് ആണ്. നമ്മുടെ മാന്നാർമത്തായി ഇന്നസെന്റ് ആയിട്ട് നമ്മുടെ പിണറായി വിജയൻ സാർ വരികയാണ്. അപ്പോൾ നാടക കമ്പനിയിൽ അപ്പോൾ ആളില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ പോവാം. പിന്നെ ഒരു നാടക കമ്പനി കൊണ്ടു നടക്കുന്നത് എങ്ങനെയാത് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. ഏതായാലും കമ്പറ്റിക്കാരെ വിളിച്ച് അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ വന്നവരെല്ലാം ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്നത് മത്തായിച്ചൻ്റെ ചങ്കായിട്ട് ഞാനിപ്പോഴും കൂടെ ഉണ്ടാവും. ഇപ്പൊ തന്നെ അനക്ക് 2 ചക്കിട്ട് 1 ചക്ക് കൂടി താകാനുള്ള കഴിവ് അനക്കില്ല. മത്തായിച്ചേട്ടൻ അങ്ങനെ പറയരുത്. യുദ്ധം വന്ന് ഗ്യാസ് ഇല്ലാണ്ടായപ്പോ കാട്ടിൽ പോയി വിറക് വെട്ടി കഞ്ഞി വെച്ചെന്നത് ഞാനല്ലേ മത്തായിച്ച? എന്താണ് അവിടെ ഇറങ്ങുന്നത്? അത് മത്തായിച്ച വാഴ 1 ആണോ 2 ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വാഴയ്ക്ക് വാതുറത്ത് പറയാൻ പാടില്ലേ. വാഴ 1 ആണെങ്കിലും 2 ആണെങ്കിലും കണക്ക് പുറത്ത്. പണ്ടൊക്കെ ഞാൻ വരയ്ക്കുന്ന വരയിൽ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല. മത്തായിച്ചേട്ടൻ വരയ്ക്കും, മത്തായിച്ചേട്ടൻ നിൽക്കും. ഇവിടുന്ന് പോയ മറ്റേ വിനായകനൊന്ന് വിളിച്ച് നോക്കും. മത്തായിച്ച ഹലോ ടെൽമി. എൻ്റെ പിന്നിൽ ബാങ്കോക്കും മുന്നിൽ മയ്യാമ്മയാണ്. മലപ്പുറം തിരിച്ചടിയോ തിരുവനന്തപുരം തിരിച്ചടി. എന്താണ് അബ്ബാതിന് വർത്താനൊന്നും എന്നോട് കേട്ടാ? അതൊക്കെ പുറയ്ക്ക് പോയി പറഞ്ഞാൽ മതി. ആൻ്റണി എൻ്റെ ആശനാണ്, മത്തായിച്ചനാണ്. നമ്മളിവിടെ അടുത്തതാണ് മത്തായിച്ച. ഞാനിവിടെ ആൻ്റണിയായിട്ട് കടുത്ത ജീവിതമാണ്. എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാൻസിന് വേണ്ടി ചാക്കോച്ചനെ ഒന്ന് വിളിച്ചു നോക്കാം. മത്തായിച്ചൻ പറഞ്ഞത് ഭയങ്കര ശരിയാണ്. പണ്ടൊക്കെ ഞാൻ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഡാൻസിൻ്റെ സാധനമൊക്കെ വിട്ടു. ഇപ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആക്ഷനും അതൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ മത്തായിച്ചൻ വേറെ ആരെങ്കിലും നോക്കാം. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഷൈനികത്തിന് ഒന്ന് കൊടുത്തു നോക്കാം. എന്താണ് മത്തായിച്ച? എനിക്ക് നല്ല ട്രാക്ക് വേണം. നല്ല പൊളിവായുള്ള ട്രാക്ക് വേണം. നല്ല ചില്ലാകാനുള്ള ട്രാക്ക്. ആ ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. അരക്ക് പണ്ട് റെയിൽവേ ട്രാക്കിൽ പോയിക്കൊണ്ടിരുന്നവരാണ് ഇപ്പോൾ എല്ലാ ട്രാക്ക് വേണമെന്ന് പറയുന്നത്. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി നമുക്ക് സുരേഷിനെ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എന്താ പോകുന്നു മത്തായിച്ച? മത്തായിച്ച തോന്നുന്നു വിഷമിക്കണ്ട. മത്തായിച്ച നേരെ സ്റ്റേജിലേക്ക് പൊക്കോ. ഞാൻ അവിടെ പിള്ളേരായിട്ട് വരാം. എൻ്റെ പൊന്നു മത്തായിച്ച, കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാത്തവനെ കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് മത്തായിച്ചനെ കൺവിൻസ് ചെയ്യും. അവസാനമായിട്ട് നമ്മുടെ എൻ്റെ തന്മരായിട്ടുള്ള ഉലകനായകരെ ഒന്ന് വിളിച്ചു നോക്കാം. എൻ്റെ പൊന്നു മത്തായിച്ച, പണ്ട് ഇതുപോലെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ദശാവതാരം സിനിമയുടെ ഷൂട്ടിങ്ങിന് 10 ആക്ടേഴ്സിന് വേണ്ടി വന്നു. പക്ഷേ അവർ വരാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ 10 ക്യാരക്ടേഴ്സും ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണത് മാനേജ്. ഇപ്പോൾ അതുപോലെ തന്നെ മത്തായിച്ചനൊരു ട്രെൻഡിങ് സാധനമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഭജൻസാണ്. അപ്പോൾ ഭജൻസിന് വേണ്ടിയിട്ട് 1-2 ആൾക്കാരെ മതിയാവും. ഒരു 4 വരി അറിയാമെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ പാടാൻ പറ്റും. വേണമെങ്കിൽ ഓഡിയൻസിനെ കൊണ്ടുകൂടി പാടിക്കാവുന്നതാണ്. വേണമെങ്കിൽ ഒരു കളർഫുള്ളിനായിട്ട് കുറച്ച് ബംഗാളീസിനെയും കൂടെ വെച്ചിട്ട് അവർ വേണമെങ്കിൽ ബേൽപുരിയൊക്കെ വിറ്റ് അതിൻ്റെ ബിസിനസ്സും ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ തന്മത്ത ഈ ഒരു ഐഡിയയ്ക്ക് 100 അഭിവാദ്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ കോലാഹല ബജറ്റ്സുമായിട്ട് മുന്നോട്ട് പോകട്ടെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വേറെ ഏതെങ്കിലും സ്റ്റാർ അറിയോ? നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയ, കാരണം നല്ല ആകാംക്ഷയിലിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങ് തീർന്നു പോലെ പോയത്. ശരി ചെയ്യും ചേട്ടാ. അപ്പോൾ നമുക്ക് നമ്മുടെ റോക്കി ബൈ യാഷ്
അന്ന് മുംബൈക്ക് മനസ്സിലായില്ല അവരടിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിലൂതി ഊതി അടിച്ചടിച്ചവർ ആ ഇരുമ്പിനെ കത്തിയാക്കി. കത്തി ഒന്നല്ല അറിയൂ, വൺ ആൻഡ് ഓൺലി പീസ്. അടിപൊളി ചേട്ടാ, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് വിസിലടിക്കാൻ അറിയില്ലല്ലേ, ഞാൻ വിസിലടിച്ചേനെ. ഇനി അടുത്തത് ആരാണ്? ഗംഭീർ. ഇതൊക്കെ എന്താ മാറ്റി വെച്ചപ്പോ അതിനകത്ത് പെട്ടെന്ന് ഒന്ന് അതെ ആദ്യം ഒരു സാമ്പിൾ. നമ്മുടെ സിജു വിൽസൺ. എനിക്ക് ഇവിടെ വന്നപ്പോൾ കോമഡി ഉത്സവത്തിൽ വന്നപ്പോൾ ഭയങ്കര കൈയടിയിട്ട സിജു വിൽസൺ. ഓക്കെ, വെറുതെ മത്സരിക്കാൻ നിൽക്കണ്ട, തോറ്റു. കാരണം എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനത് പണ്ട് ഉപേക്ഷിച്ച. ഞാൻ ക്ഷമിക്കണമെങ്കിൽ എണ്ണ അടിക്കണം. പള്ളിക്കത്തലമ്പ് കാണിച്ചാ ഞാൻ അടിക്കും, ഇനി അടിക്കും. അയ്യോ അടിപൊളി അടിപൊളി. ഇനി നമ്മുടെ അജിത് സാറിന് തല അജിത്തിന്റെ ശബ്ദം. തല ഫാൻസ്. உடம்பில் கை இருக்கும், கால் இருக்கும், மூக்கு இருக்கும், மொழி இருக்கும். ஆனா உயிர் நம்ம எவ்வளவு குட்டா இருந்தாலும் இந்த உலகம் நம்ம பேட் ஆகுது. I am too bad, very bad. நண்பா, I am waiting. ഉള്ളല്ലേ അതിന്റെ സ്ക്രാച്ച് ഭയങ്കരമാണ് കേട്ടോ. തലാജിത്തിന്റെ ഡയലോഗ്സിന് ആ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര രസമായിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്യും. അടിപൊളി അടിപൊളി. ഇനി വേറെ ആര്? ഇനി നമ്മുടെ സിദ്ദിഖിക്കയുടെ ചെയ്യാം. ഓക്കെ. കോടതിയിൽ ഇമോഷണൽ ആയിട്ടൊരു കാര്യമില്ല. ഇരയെയും കുടുംബത്തെയും പോലെ തന്നെ മാനുഷിക പരിഗണന അറിയുന്ന ആളാണ് ഇരിക്കുന്ന പ്രതിയും. കോടതി കുറ്റക്കാരനാണോ അല്ലെന്ന് കണ്ടെത്തുന്നവരെ ആ ചെറുപ്പക്കാരനും അവനിക്കപ്പെടുകയാണ്. അയാൾക്കുമില്ല ഇമോഷൻസ്. ട്രയൽസ് ആർ ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സ് ഫോർ ബോത്ത് ദ വിക്ടിംസ് ആൻഡ് അക്യൂസ്ഡ്. യു ഷുഡ് ഫൈൻഡ് എ വേ ടു കീപ് യുവർ ഇമോഷൻസ് ഓവർ ദ കോർട്ട് റൂം. അല്ലെ വല്ല കളഞ്ഞിട്ട് പോണം മിസ്റ്റർ. അടിപൊളി. അരിച്ചരിച്ചരിച്ച് എടുത്താൽ ഇനിയും കാണും ഒരുപാട് അല്ലേ? ഉണ്ണിമുഖം തന്നെ ചെയ്യും എന്ന് ഞാൻ ഉണ്ണിമുഖനോട് ചെയ്യാം. അയ്യോ ഇതൊക്കെ എന്തിനു ഒളിച്ചു വെച്ചാക്കണം? ഇതൊക്കെ വേണ്ടത് നമുക്ക്. അതെ. ഞാൻ വന്നപ്പോ നല്ല ചെറുപ്പം കൂടി അടിക്കാൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ മതി. മാളിയപ്പുറം അയ്യപ്പനെ കണ്ടിരിക്കും. സ്വാമി ആരാന്ന് എനിക്കറിയില്ല. ഞാൻ ആരാണെന്ന് സ്വാമിക്ക് അറിയില്ല. സ്വാമിയും മാലയിട്ടിരിക്കുകയാണ്, ഞാനും മാലയിട്ടിരിക്കുകയാണ്. നമ്മൾ തമ്മിൽ തർക്കം വേണ്ട. സ്വാമി ശരണം. അടിപൊളി. ഇതില് ഏത് സ്റ്റാറാണ് ഒരു വേദി ചെല്ലുമ്പോ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചോദിക്കും? എനിക്ക് ഒന്ന് ലാലു ലക് സാറ്, വിനായകൻ, പിന്നെ റോക്കി ബായിക്കാണ് എല്ലാ പിള്ളേരും ഒക്കെ. എന്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഈ വിനായകന്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു പുതിയ ആട് 3-ലാണല്ലേ? 3-ല്. അത് പഴയ ഒരു വേരിയേഷൻ ഉണ്ടാവും നമ്മുടെ വിനായകന്റെ. നമ്മുടെ കമ്മട്ടിപ്പാടം. അതെ അതെ. ആശാനെ പരാക്രമം ഞാൻ ഇവിടെ വരെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കണം ആശാനെ ആര് വരാനാണ്. ഡാ കൃഷ്ണ, ഗംഗേട്ടാ, വെറുതെ വിളിച്ചതാണ്. മനുഷ്യന്മാരെ പോലൊക്കെ ജീവിക്കാൻ തോന്നുന്നുണ്ടോ. റേഷൻ കടയിലൊക്കെ പോയി അജിയൊക്കെ മേടിച്ച് മണ്ണെണ്ണൊക്കെ മേടിച്ച് ഒക്കെ ഇടാൻ ഞാൻ വെറുതെ വിളിച്ചതാണ്. അപ്പോൾ ഈ ഐറ്റം വേറെ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞില്ല. അതിയായ സന്തോഷമുണ്ട്. അതിഭീകരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ആശംസകൾ എല്ലാവർക്കും നേർന്നെണ്ണ പാട്ടിച്ച് പൊളിക്കാം. അടിപൊളി. ഇനി ഒരു കാര്യം ചോട്ടെ, ഇനി പുതിയതൊന്ന് പറയാമോ? വിനായകന്റെ തന്നെ പുതിയതൊന്ന് പറയാമോ? എന്നാലും അതൊന്ന് കറക്റ്റ് കാര്യമുള്ളൂ. എൻ്റെ പിന്നിൽ ബാങ്കോക്കും മുന്നിൽ മിയാമിയാണോ. കം ടു മീ ഡാഡി, ഡാഡി ഗ്രാമവാസീസ്. സൂപ്പർ ചേട്ടാ. രതീഷേ, ഈ കളങ്കാവിൽ എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോ വിനായകന്റെ എന്തെങ്കിലും സാധനം? ഒന്ന് കളങ്കാവിൽ ഒന്ന് കേൾക്കാൻ ഒരു കൊതിയുണ്ട്. നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേക്കണ? അവൻ പറയുന്ന പോലെ എനിക്ക് നത്തന്നെ പേര് വന്നേക്കണെന്നാണ്. ആ ശശിൻ ദേവദാസും എൻ്റെ ഒന്ന് രക്ഷപ്പെട്ടതല്ലടാ. ഈ നത്ത് മരത്തിൽ നിന്ന് ഉറങ്ങിയാലും അതിന് വിശന്ന എലിനെ പിടിക്കുകയും ചെയ്യും, കൊല്ലുകയും ചെയ്യും, തിന്നുകയും ചെയ്യും. ഒറ്റൊരുത്തന്നെ അറിയില്ലടാ. സൂപ്പർ. ഇതെന്താ പറയുന്നത്? ഇത് അടിപൊളിയല്ലേ? ഇത് മൂന്ന് വേരിയേഷനിലും മൂന്നായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റിയട്ടോ. അടിപൊളി. സൂപ്പർ. എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ?